സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശ്രേഷദ്രിനാഥനെ ശുപാർശ ചെയ്തതിനും പിന്നാലെ UDF-ൽ കലഹം. തീരുമാനം പിൻവലിക്കണമെന്ന് KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് ആവശ്യപ്പെട്ടു. ശേഷദ്രിനാഥ് സംഘിയെന്നും വിമർശനം. വിശ്വാസികളെയും സംഘികളെയും തിരിച്ചറിയാൻ കോൺഗ്രസുകാർക്ക് കഴിയുമെന്നും അതിൽ KM ഷാജി അഭിപ്രായം പറയേണ്ടെന്നും PM നിയാസ് പറഞ്ഞു. റിപ്പോർട്ടിലേക്ക്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N ശേഷാദ്രിനാഥിനെ ശുപാർശ ചെയ്തതിനു പിന്നാലെയാണ് UDF-ൽ കലാപക്കൊടി ഉയരുന്നത്. KPCC ജനറൽ സെക്രട്ടറി PM നിയാസാണ് ശക്തമായ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. തീരുമാനം പിൻവലിക്കണമെന്നും വെച്ചുകൊഴിഞ്ഞാൽ തിരുത്താൻ കഴിയില്ലെന്നും ഏതറ്റം വരെയും മുൻപോട്ടു പോകുമെന്നും PM നിയാസ് പറഞ്ഞു. പാവപ്പെട്ട UDF-കാർ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് കഴിഞ്ഞ 10 വർഷക്കാലം ഈ ഭരണം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചത്. ഒരു സംഘിയെ സുപ്രധാന തസ്തികയിൽ ഇരുത്തുന്നതിന് വേണ്ടിയാണോ അവർ കഷ്ടപ്പെട്ടത്? അന്ന് ഒരു കാലത്തും UDF-ഓ കോൺഗ്രസോ ആയിട്ടില്ലാത്ത, എന്നും UDF-നും കോൺഗ്രസിനും എതിരായി നിലപാടെടുക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ 15 വർഷമായി സംഘിയാണ് എന്ന് പറഞ്ഞാൽ ഒരു സംഘിക്ക് എന്തെല്ലാം ക്വാളിഫിക്കേഷൻ ഉണ്ടോ അതെല്ലാം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയ അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലുമൊക്കെ പൂർണ്ണമായി സംഘിവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ്. നിയമനത്തെ ന്യായീകരിച്ച KM ഷാജിക്കെതിരെയും ശക്തമായ വിമർശനമാണ് നിയാസ് ഉന്നയിച്ചത്. വിശ്വാസികളെയും സംഘികളെയും തിരിച്ചറിയാൻ കോൺഗ്രസുകാർക്ക് കഴിയും. അതിന് KM ഷാജി അഭിപ്രായം പറയേണ്ടെന്നും നിയാസ് വ്യക്തമാക്കി. അപ്പോൾ സംഘികളെ തിരിച്ചറിയുവാനും വിശ്വാസികളെ തിരിച്ചറിയാനും കഴിയുന്നവരാണ് ഞങ്ങളൊക്കെ. അത് അദ്ദേഹത്തിന് മനസ്സിലായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അദ്ദേഹത്തെ പഠിപ്പിക്കേണ്ട ആളല്ല. വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് ഒരു സംഘീബോധത്തിൻ്റെ ഭാഗമാണ്. അത് രാഷ്ട്രീയമല്ല. ഇന്ത്യ പോലെ 14,000 ചില്ലാനും മതവും വിശ്വാസങ്ങളൊക്കെ ഉള്ള ഒരു നാട്ടിൽ നമ്മൾ ഒരു മതത്തിൻ്റെ ചിഹ്നം ജീവിക്കുന്നവനെ പെട്ടെന്ന് RSS ആക്കുക. ആയിരക്കണക്കിന് പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കണമെന്നും ഇത്തരം ആളുകളെ നിയമിച്ചാൽ കോൺഗ്രസിനും UDF-നും സർവനാശം ഉണ്ടാകുമെന്ന താക്കീതും PM നിയാസ് നൽകുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.